dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു 2-in-1 ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് കോപ്പർ വയർ, സിൽവർ കളർ ബീഡ്സ്, പ്ലെയർ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറയാം. അപ്പോൾ ഈ കോപ്പർ വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഒരു ബണ്ടിൽ ഞാൻ വാങ്ങിക്കാൻ എനിക്ക് 40 രൂപയാണ് ആയത്. അപ്പോൾ ഇതിൽ ഒരു പീസ്, അത് 4ആക്കി മടക്കിയിട്ടുള്ള ഓരോ പീസുകളാണ് ഇതിലുള്ളത്. അതിലൊരു പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ ആവശ്യമുള്ള ലെങ്ത്ത് ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു 5 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ നമുക്കൊരു 5 സെൻറ്റിമീറ്ററാണ് ഇന്ന് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് അറ്റത്ത് ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ചുറ്റിയെടുക്കാം. 2-3 റൗണ്ട് ചുറ്റിയെടുക്കാം. ആദ്യത്തെ നമുക്ക് പ്ലെയർ വെച്ചിട്ട് നേരെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പതുക്കെ അത് ടൈറ്റായി പിടിച്ച ശേഷം കൈ കൊണ്ട് വേണം പതുക്കെ ചുറ്റി കൊടുക്കാൻ. അപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ ആദ്യത്തെ 1-2 റൗണ്ട് ഈ പ്ലെയർ വെച്ചിട്ട് ചുറ്റിയ ശേഷം വീണ്ടും ടൈറ്റായി പിടിച്ച ശേഷം ഈ കൈ കൊണ്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതിങ്ങനെ മേലെ പിടിക്കുക, എന്നിട്ട് ചുറ്റി കൊടുക്കാം. അതിപ്പോൾ എത്ര വലിപ്പം വേണോ അതിൻ്റെ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റേണ്ടത്. ഞാനിവിടെ 3 റൗണ്ടൊക്കെ എടുക്കുന്നുണ്ട്, കാരണം കുറച്ച് വലിപ്പം വരുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് ഈ ചുറ്റുന്നതും കുറച്ച് വീതിയിലാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു മറാഠി, രാജസ്ഥാനി മോഡലൊക്കെ മൂക്കുത്തിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ രാജസ്ഥാനി മോഡൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ആ കുർത്തയൊക്കെ ആ ടൈപ്പ് ഡ്രസ്സാകുമ്പോൾ അതിന് മേച്ചാവുന്ന പോലത്തെയുള്ളൊരു ഡിസൈനാണ്. അതിനുശേഷം നമുക്ക് എത്ര റൗണ്ട് വേണോ അത്രയും ചുറ്റിയ ശേഷം ഈ ബീഡ്സ് അതിലോട്ട് കോർക്കാം. ഇതിന് മുന്നേ ഞാനൊരു മുക്കുത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബീഡ്സ് നല്ല ചെറിയ ബീഡ്സാണ്, അതുകൊണ്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഓമനത്തൊക്കെയുള്ള അരുമയുള്ളൊരു നല്ല ഡിസൈനായി തോന്നി. അത്രയ്ക്ക് എനിക്ക് ലുക്ക് ഇത് തോന്നിയില്ല, വലിയ ബീഡ്സ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇതിന് ഇതിൻ്റേതൊരു ഭംഗിയുണ്ട്. ഉണ്ടാക്കിക്കഴിഞ്ഞ് നമ്മൾ ഇടുമ്പോൾ ആ ഒരു വേറൊരു ലുക്ക് വരും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തതാണ്, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ഡിസൈൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാനങ്ങനെ വേറൊരു ടൈപ്പ് ആയിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ മെറ്റൽ വയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അന്ന് കുന്താനായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കുന്താനില്ലാത്തവർക്ക് ഇങ്ങനെ മെറ്റൽ വയറും ബീഡ്സും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നുകൂടി കാണിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ബീഡ്സ് എടുക്കുക. കറക്റ്റ് ഒരു റൗണ്ട് വരുന്ന അത്രയും ബീഡ്സ് മതി. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളത് പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് വേണ്ട. കുഞ്ഞ് ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടി എണ്ണം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു റൗണ്ട് ഇവിടെ നമ്മൾ ചുറ്റി കോർത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബെൻഡ് ചെയ്യാം. അതായത് മൂക്കുത്തി പോലെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂക്കിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്ത് വെക്കാം. ഈ ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഞാനവിടെ കട്ട് ചെയ്യുന്നില്ല, കാരണം അത്രയും ചുറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ചുറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്കവിടെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ 2-in-1 എന്ന് പറയാൻ കാരണം നമുക്ക് ഈ മൂക്കുത്തി തന്നെ ഇയർ കഫായിട്ടും യൂസ് ചെയ്യാം. അതായത് സെക്കൻഡ് സ്റ്റഡൊക്കെ ഉണ്ടാവുമല്ലോ, സെക്കൻഡ് സ്റ്റഡൊക്കെ കുത്താത്തവർക്ക്, അതായത് വേണം ആഗ്രഹം ഉണ്ടാവും, പക്ഷേ കാത് കുത്താനുള്ള പേടി കൊണ്ട് വേദനിക്കും എന്നുള്ള പേടി കൊണ്ടൊക്കെ കുത്താതിരിക്കുന്നവർക്ക് ഇങ്ങനെ നമുക്ക് കുത്താതെ തന്നെ ഇങ്ങനെ വെക്കാമല്ലോ സ്റ്റഡ്. അത് സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് തേർഡ് സ്റ്റഡ്, അല്ലെങ്കിൽ ഏറ്റവും മുകളിലൊക്കെ ഈ കാപ്പിടുന്ന പോലെയൊക്കെ കുത്തുമല്ലോ കാതിൽ, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റിങ് പോലെ ആക്കിയിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഈ മോഡലല്ലേ മൂക്കുത്തി 2-in-1 ഡിസൈൻ പോലെ ചെയ്തത് കൊണ്ട് നമുക്ക് മുക്കുത്തിയായിട്ട് യൂസ് ചെയ്യാം. ഈ സെക്കൻഡ് സ്റ്റഡ് പോലെ നമുക്ക് കാത് കുത്താത്തവർക്ക് അങ്ങനെയും വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബെൻഡ് ചെയ്ത ആ മെറ്റൽ വയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുറ്റി അതിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുവന്ന ശേഷം അത് സൈഡിലോട്ട് ചരിച്ച് വെക്കാം. അത് നമുക്ക് ഈ കുറച്ച് മൂക്ക് ഉള്ളിലോട്ട് നന്നായിട്ട്, അത് മൂക്കുത്തി വെക്കുമ്പോൾ ഈ കറക്റ്റ് മുത്ത് മൂക്കിൻ്റെ കുറച്ച് മുകളിലോട്ട് കയറി ഇരിക്കണം എന്നുള്ളവർ ആ ബെൻഡ് ചെയ്തിട്ട് ചുറ്റി വെക്കുന്നത്. ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കരുത്, കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല. ഇതിപ്പോൾ ഞാൻ ലെങ്ത്ത് ഒരുപാട് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് മൂക്കിൻ്റെ താഴോട്ട് ചേർന്നിരിക്കുന്നത്. കുറച്ചുകൂടി മുകളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ വളയ്ക്കുന്ന കമ്പി ഉണ്ടല്ലോ, അവിടെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയാൽ മതി. പിന്നെ അതേപോലെ വേറൊരു ഡിസൈൻ ഞാൻ ചെയ്തതാണ്. ഈ സിൽവർ കളർ ബീഡ്സിന് പകരം റെഡ് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മെറ്റൽ വയർ ആണെങ്കിലും വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെ. അപ്പോൾ ഇതിനെടുത്തിരിക്കുന്ന ബീഡ്സ് സീഡ് ബീഡ്സ് എന്നാണ് പറയുക.
അതായത് നല്ല കുഞ്ഞ് ബീഡ്സ് ആയിരിക്കും, കുറേ കളറിലുണ്ടത്. അതുപോലെ മെറ്റൽ വയറും നമ്മൾ പറയുമ്പോൾ എല്ലാം കോപ്പർ വയറിന് പറയുമെങ്കിലും അത് പല സൈസിലും പല വലുപ്പത്തിൽ പല കളറിലെല്ലാം ഉണ്ട്. നമ്മൾ ഏതിനാണോ ഏത് മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ട് മേടിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 2-in-1 മുക്കുത്തി പ്ലസ് ഇയർ കഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.